ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഒന്ന് അമ്പല ദർശനം പോവുകയാണ് ഗൈസ്. ഞാനിന്ന് സ്കൂളിൽ വിടാം. 8 ദിവസം ട്രെയിനിങ്ങിന് കിഴക്കേക്കോട്ടെ കിടന്ന് ഞാൻ അവസാനം അവിടെ നിന്ന് എനിക്ക് പോകാൻ പറ്റത്തുകൊണ്ട് ഇനി വന്നിട്ട് ഇന്ന് അതിനായിട്ട് പോകാൻ കേട്ടോ. ഞങ്ങൾ രണ്ടും കൂടെ പോവാണ്. പഴവങ്ങാടി പോയി 2 തേങ്ങയൊക്കെ ഉടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആറ്റുകാലിൽ പോയി. അപ്പോൾ എല്ലായിടത്തും കറക്റ്റ് സമയമായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഒരു 9 രൂപയ്ക്ക് സ്കൂൾ വിട്ട ശേഷമാണ് പോയത്. അപ്പോൾ എല്ലായിടത്തും ഓടി എത്താൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ എല്ലായിടത്തും ഓടി എത്താൻ പറ്റി. അപ്പോൾ ആറ്റുകാലിലും പോയി, പഴവങ്ങാടിയിലും പോയി. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ശ്രീകണ്ഠേശ്വരത്തോടാണ് പോകുന്നത്. അവിടെ ഓടിച്ചെല്ലാം 12 മണിയാകുമ്പോൾ അടയ്ക്കുമെന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, ഓടിച്ചെല്ലാന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി 2 കൽപ്പിച്ചൊക്കെ പോയി. അപ്പോൾ അവിടെയും കറക്റ്റ് ശ്രീവേലി സമയമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നതും ഇതിപ്പോൾ ഭഗവാന്റെ വെളിയിൽ എഴുന്നള്ളിക്കുന്ന സമയമായിരുന്നു. 3 സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിൽ തൊഴാനും പറ്റി. എല്ലാം കറക്റ്റ് സമയമായിരുന്നു കേട്ടോ. ഈ മനുഷ്യനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ എടുക്കണം, ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ എടുത്തൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതാണ് കേസ്. പിന്നെ നമ്മൾ ആറ്റുകളിൽ നിന്ന് എടുത്ത ഫോട്ടോ കേട്ടോ. 2 ഫോട്ടോ എടുത്ത് പഴവങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായി. അവിടെ അടയ്ക്കുന്ന സമയമായി 10:30 മണി കഴിഞ്ഞിടത്തെ. അങ്ങനെ ശ്രീകണ്ഠേശ്വരത്ത് എത്തിയപ്പോൾ അവിടെ എന്നും അന്നദാനം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു അന്നദാനം കഴിച്ചു. അവിടെ എല്ലാവരും എന്നും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചോറ്, മോരുകറി, അവിയൽ, തോരൻ, അച്ചാറ് ഇതൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞപ്പോൾ വയറ് ഫുള്ളായി ഗേസ്. അങ്ങനെ പിന്നെ അവിടെ കുറേ ഇരുന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ കഴിച്ചിട്ട് വരണേ ഉള്ളൂ. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കേട്ടോ. കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ തൊഴുവാനൊക്കെ ആയിട്ട്. ഞങ്ങൾ ഇവിടെയുള്ള അമ്പലങ്ങളൊക്കെ അല്ല, അവിടേക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ ഇപ്പുറ വശത്തൂടെ ഇറക്കി വിട്ടത് തറയിൽ കൂടെ. എന്താ ടാറിട്ട റോഡിലേ ഭയങ്കര തിളച്ചിടക്കുന്നത് ചൂടും. ചെരുപ്പ് ഇപ്പുറത്തെ കിടക്കുന്നത്. ഞങ്ങളിങ്ങനെ പതുക്കെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കാല് പൊള്ളിയിട്ട് വയ്യ കേട്ടോ. എന്നാലും പിന്നെ എങ്ങനെയൊക്കെ നടന്ന് ഇപ്പുറത്തെത്തി. അപ്പോൾ നമ്മളെ നന്ദി ഉണ്ടല്ലോ, ഇവിടെ ഒരു പ്രത്യേകത ഇതാണ്, വലിയൊരു നന്ദി കേശന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ പോയിട്ടില്ലാത്തവരൊന്ന് പോകാൻ നോക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ 2 തവണയാണ് ഞാൻ ഈ പോകുന്നത്. അങ്ങനെ പിന്നെ ഇവിടെ ഭാഗത്തുനിന്ന് ചൂട് കാരണം എനിക്ക് തണുപ്പിക്കണം പോയിട്ട് ഒരു ഷാർജയോ ഷേക്കോ എന്താ വാങ്ങി കുടിച്ചു. ഞാനങ്ങനെ ചുമ്മാ ഇരിക്കലും ചെറു ഫ്രൂട്ട് സാലഡും പറഞ്ഞു, പക്ഷേ എന്നെ കൊണ്ട് കുടിച്ചു തീർക്കാൻ പറ്റിയില്ല. അവസാനം ഞാൻ അത് എൻ്റെ ചേട്ടനെ തന്നെ അടിച്ചേൽപ്പിച്ച് ഗൈസ്. അങ്ങനെ കുടിപ്പിച്ചിട്ട് അപ്പോൾ 2 കൂടെ കുടിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും. അപ്പം കഠിനമായ ചൂടായതുകൊണ്ട് ഒരു നിവൃത്തിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തി. 2:30 മണിയായി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തിയപ്പോൾ കേട്ടോ. അവിടെ നിന്ന് പിന്നെ ധ്യാനൂസിനെ ഇനി വിളിക്കാൻ പോകണം. ധ്യാനൂസിനെ പോയി ട്യൂഷൻ അല്ല, സ്കൂളിൽ നിന്ന് വിളിക്കണം. അപ്പോൾ ലിയോ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വഴി തടഞ്ഞ് അവൻ വന്നാൽ പിന്നെ അവനെ അത് സ്നേഹിച്ചിട്ടൊക്കെ നമ്മുടെ വീട്ടിനകത്തോട്ട് കയറാൻ സമ്മതിക്കുള്ളൂ ഗൈസ്. അങ്ങനെ ഞാൻ കുറച്ച് ലഡു വാങ്ങിയിട്ട് ധ്യാനൂസിന്റെ ടീച്ചർമാരെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ജോലി കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ചിലവ് ചെയ്യാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ അതും കൂടെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ നാളായല്ലോ സ്കൂളിൽ വിളിക്കാൻ പോയി. അങ്ങനെ ഞാൻ ധ്യാനൂസിന് സ്കൂളിൽ നിന്ന് വിളിച്ച് ലഡു കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ 2-3 സിപ്പപ്പം വാങ്ങിക്കൊണ്ട് ഈ വന്നു. അത്ര ചൂടായതുകൊണ്ട് നമ്മൾ 2 സിപ്പവും കുടിച്ച് വരികയാണ് ഗൈസ്. അപ്പോൾ നല്ല ചൂടുണ്ട്. നല്ല ചൂടത്തിൽ 2-3 സിപ്പപ്പം കുടിക്കാൻ നല്ലതാണ് കേട്ടോ. തണുത്ത ആഹാരം കഴിക്കുക. അപ്പോൾ നമ്മൾ മഹാബോളി ബോളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും മോനും കൂടെ അത് കഴിച്ചു കേട്ടോ. ഭയങ്കര മധുരമായിട്ട് ഞാൻ അത് കഴിച്ചില്ല. ഞാൻ ചായയും നമ്മുടെ ഓണിയൻ പക്കാവടയോ അങ്ങനെ എന്താ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും കേട്ടോ. അടുത്ത ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, ഗുഡ് ഈവനിങ്.